എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം പ്രാരംഭമായി വായിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ ആത്മീയ പ്രചോദനത്തിന് കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ഈ തിരുവചന ധ്യാനത്തിനായി ക്ഷണിക്കുകയാണ്. വളരെ പരിചയമുള്ള വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഒരു പ്രാർത്ഥന തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുന്നവരാണ്, എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഏകാന്ത പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, സഭയിലുള്ള പ്രാർത്ഥന, പരസ്യ പ്രാർത്ഥന എല്ലാം നമുക്ക് വളരെ നന്നായി ചെയ്യുവാൻ അറിവുള്ള ദൈവമക്കളാണ് നാം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഇപ്പോൾ പൗലോസ് പരസ്യ പ്രാർത്ഥനയും രഹസ്യ പ്രാർത്ഥനയും ആത്മാവിൻ്റെയും ബുദ്ധിയുടെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ താൻ ഇവിടെ കാഴ്ചവെക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം ഗ്രഹിപ്പാൻ ഈ കാലഘട്ടത്തിൽ എന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവമക്കൾ ബാധ്യസ്ഥരാണ്. ഈ ഭൗതിക മണ്ഡലത്തിൽ ഒതുങ്ങിയിടുന്ന ഒരു നന്മയല്ല നമുക്ക് ആവശ്യം. പ്രിയ കർത്തദാസൻ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഇന്ന് രാത്രി ഓർപ്പിച്ചതുപോലെ അക്കരെ നാടിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോടെ വേണം ഈ ഭൂമിയിൽ നാം നമ്മുടെ ജീവിതം കാഴ്ചവെക്കുവാൻ. സ്തോത്രം. 6 അടി മണ്ണിൽ ഒതുങ്ങുന്ന ഒരു ആത്മീയൻ്റെ സ്വപ്നമല്ല നമുക്കുള്ളത്. നമ്മുടെ സ്വപ്നം കല്ലറയ്ക്കപ്പുറത്തും ചലിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ സ്വപ്നമാണ്. അതിനുവേണ്ടി ഒരുങ്ങാൻ ലഭിച്ച ഈ കൊച്ചു ആയുസ്സിനെയാണ് നാം ആത്മാവിൽ പ്രയോജനപ്പെടുത്തേണ്ടത്. നാം പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ആയുസ്സിൻ്റെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഒരു ഭക്തൻ വിളിച്ചു പറയും, അക്കരെ നാടിനോട് എൻ്റെ ദൂരമാണ് കുറഞ്ഞത്. എൻ്റെ ആയുസ് കുറഞ്ഞെന്നോർത്ത് ആവലാതിപ്പെടുന്നവരല്ല ആത്മീയൻ. അക്കരെ നാടിനോട് അടുത്തെന്ന് പറഞ്ഞ് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാ. ഹല്ലേലൂയ. അതാ നമ്മുടെ അകത്തെ സന്തോഷം എന്ന് പറയുന്നത്. ധന്യനായ പൗലോസ്ലീഹ പെന്തിക്കോസ്ത് ലോകം അല്ലെങ്കിൽ എടുത്തു പറഞ്ഞ ക്രൈസ്തവ ലോകം വേദപുസ്തക ചരിത്രത്തിൻ്റെ ഒഴിച്ചു മാറ്റി നിർത്തുവാൻ കഴിയാത്ത കഥാപാത്രമാണല്ലോ പൗലോസ്ലീഹ. പൗലോസ്ലീഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ല, ഈ തടവാണെങ്കിലും വേദിയാണെങ്കിലും കപ്പലാണെങ്കിലും കരയാണെങ്കിലും കടലാണെങ്കിലും ദ്വീപാണെങ്കിലും സുവിശേഷ ഘോഷണം എന്ന് പറയുന്നത് തൻ്റെ രക്തത്തിൻ്റെ ഭാഗമായി മാറി. അവസരം നോക്കി നടക്കിയല്ല, ലഭിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തുന്നതിനായിരുന്നു അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്. സ്തോത്രം. ഈ കാരാഗ്രഹ ലേഖനം എന്നാണ് 4 ലേഖനങ്ങളെ അറിയപ്പെടുന്നത്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലോമോൻ എന്ന 4 കാരാഗ്രഹ ലേഖനങ്ങൾ പ്രസിദ്ധമാണ്. അപ്പോൾ തന്നെ ശ്രദ്ധിക്കണം, കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത് കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ ഇരുന്നു കൊണ്ടും ഒരു ഭക്തന് ദൈവിക ദർശനം പ്രാപിക്കാമെന്നും അത് ദൈവിക മർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമെന്നും എന്ന പരമസത്യമല്ലേ ആ പേരിൽ കൂടെ നമുക്ക് ലഭിച്ചത്. ദൈവമക്കളെ, തടവറകളെയൊക്കെ ആത്മീയ കേന്ദ്രങ്ങളാക്കി മാറ്റിയ കരുത്തനായ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ വായിച്ചാൽ തൻ്റെ തടവറ തൻ്റെ പ്രാർത്ഥനാ സംഗമമായി മാറി. ഫിലിപ്പിയർ 1:3-4 ഫിലിപ്പിയരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. തടവറ കൊച്ചു മുറിക്കകത്ത് 5 അടി നീളവും 3 അടി വീതിയുമുള്ള റോമൻ കാരാഗ്രഹത്തിലെ ആ കൊച്ചു ക്യൂബിക്കലിനകത്ത് ഇരുട്ടുമുറികളൊക്കെ പ്രാർത്ഥനാലയങ്ങളാക്കി മാറ്റിയ കരുത്തനായ പൗലോസ്. പ്രൈസ് ദി ലോർഡ്.
നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ കഷ്ടതകളുടെ കൂമ്പാരങ്ങളെ പ്രാർത്ഥനാ മുറികളാക്കി മാറ്റുന്ന ഭക്തന്മാരെ ഈ കാലഘട്ടത്തിന് ദൈവത്തിന് ആവശ്യമുണ്ട്. അവസരം നോക്കി നടക്കാതെ സഭാഹോളിന്റെ ഹല്ലേലൂയ 4 അതിരിനകത്തപ്പുറത്ത് നിങ്ങളുടെ വേദനയുടെ മുറിക്കകത്ത് ഇരുന്നു കൊണ്ട് ആത്മാവിൽ ഞരങ്ങുവാൻ കൊതിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആദരത്തിൽ നിന്നും ദൈവപ്രവൃത്തിയുടെ വചനങ്ങൾ പുറത്തു വരുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ അതിന് സ്തോത്രം പറയും? ഹല്ലേലൂയ. പൗലോസിന് തടവറ ആരാധനാ കേന്ദ്രങ്ങളായിരുന്നു. തമ്പേറടിക്കുവാൻ ആള് കൂട്ടത്തിലില്ലായിരിക്കുമ്പോൾ തപ്പും താളവും കുരവയും പാട്ടുപാടി സഹായിപ്പാൻ പാട്ടുകാരും കൊട്ടുവാൻ മേളക്കാരും കൂടുതലില്ലായിരിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 25 തൊട്ട് നാം വായിക്കുന്നില്ലേ, ചങ്ങല താളമാക്കി ആമത്തെ നോക്കി ദൈവത്തിന് സ്തോത്രം പറയുവാൻ കരുത്തനായ പൗലോസ് തീരുമാനിച്ചു. ഇന്ന് രാത്രികാലം നിങ്ങളുടെ വേദന താളമാക്കുന്നവരെയാ ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇല്ലായ്മയെ സ്വർഗത്തിന്റെ മഹിമയായി കണ്ടുകൊണ്ട് ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ ഒരു കൂട്ടർ ഇന്ന് രാത്രി തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജയിലറയ്ക്കകത്തും നിങ്ങളുടെ തടവറയ്ക്കകത്തും അഗ്നിയുടെ നാളം ഇറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. എത്ര പേർ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കും? ഫിലിപ്പിയ കാരാഗ്രഹങ്ങളെ സഭാഹോളാക്കി മാറ്റുന്ന ഭക്തന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ തടവറകൾ ഇന്ന് രാത്രി ആത്മാവിന്റെ പ്രദർശനശാലയായി മാറട്ടെ. പൗലോസിന് തടവറ സുവിശേഷ ഘോഷണത്തിന്റെ വേദികളായി മാറി. പുൽപ്പിറ്റ് കിട്ടിയായിരുന്നെങ്കിൽ പ്രസംഗിക്കാമായിരുന്നു. 4 പേരെന്നെ വിളിച്ചാമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. മൈക്ക് കൊണ്ട് നല്ലതായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലായിരുന്നു പൗലോസിന്റെ കാഴ്ചപ്പാട്. ജയിലറിനകത്തിരുന്നു കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നിജപുത്രന്മാരെ വാർത്തെടുക്കുന്ന, ഒനോസിമാസ്മാരെ വാർത്തെടുക്കുന്ന ആത്മീയ ശുശ്രൂഷ വെളിപ്പെടുത്തി നിങ്ങളുടെ വേദന മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീരണം. നിങ്ങളുടെ നിന്ന മറ്റുള്ളവരെ കൈത്താങ്ങൽ പണിതെടുക്കുവാൻ കാരണമായി തീരണം. നിങ്ങളേറ്റ മുറിവുകൾ മറ്റുള്ളവരുടെ മുറിവ് കെട്ടുവാൻ കാരണമായി തീരണം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ബന്ധനത്തിലായിരിക്കുന്നുവെന്ന് പുറം ലോകം നിങ്ങളെ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ തടവറകളെ മറ്റുള്ളവരെ വാർത്തെടുക്കുന്ന ഹല്ലേലൂയ കരുത്തുറ്റ ആത്മീയ അനുഭവമാക്കി മാറ്റുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് ആത്മാവിൽ തിടുക്കമുണ്ട്? ഹല്ലേലൂയ. പൗലോസിന് തടവറ ലേഖനം എഴുതാനുള്ള സ്ഥലമാണ്. സ്തോത്രം. പരാതിക്കത്തെഴുതുന്ന കാലഘട്ടമാണ്. എൻ്റെ നന്മ കുറഞ്ഞുപോയി, എൻ്റെ ആരോഗ്യം കുറഞ്ഞുപോയി, എന്നെ വേണ്ട ഗണത്തിൽ പരിഗണിച്ചില്ല, ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിലാപഗീതം എഴുതുന്ന കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ഈടുറ്റ ലേഖനങ്ങൾ എഴുതുവാൻ പൗലോസ് തൻ്റെ തടവറകളെ പ്രയോജനപ്പെടുത്തി. വരും തലമുറയ്ക്ക് കൈമാറുവാൻ നിങ്ങളുടെ വേദന ഇടയായി തീരുമെന്ന് ആശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? വരും തലമുറയ്ക്ക് കൈമാറുവാൻ ദൈവം എന്നെ ആക്കി വെച്ച എൻ്റെ ഇരുട്ടുമുറികൾ, എൻ്റെ വേദനകൾ, എൻ്റെ കണ്ണുനീരുകൾ, എനിക്കേറ്റ മുറിവുകളൊക്കെ വരും തലമുറയ്ക്ക് കൈമാറുവാൻ സ്വർഗത്തിന്റെ ദർശനത്തിന്റെ ഹല്ലേലൂയ സ്ഥലമാക്കി മാറ്റുന്ന ഭക്തന്മാരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ആ പൗലോസിന്റെ ലേഖനമാണ്, കാരാഗ്രഹ ലേഖനമാ എഫേസ് ലേഖനം. ഏകദേശം AD 60 കാലഘട്ടത്തിൽ താൻ ഇത് കുത്തിക്കുറിക്കുമ്പോൾ താൻ ഇവിടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. അതാ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുന്നത് പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയം. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ 15-ാം വാക്യം തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ എന്താ പൗലോസ് അങ്ങയുടെ പ്രാർത്ഥനാ വിഷയം? പ്രാർത്ഥനാ മനുഷ്യനായ പൗലോസാണ്. ദൈവമക്കളെ, ഈ പ്രസംഗിക്കുന്നവരുടെയൊക്കെ അഡ്രസ്സ് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ? പ്രൈസ് ദി ലോർഡ്. മൂക്ക് പൊത്തി മോങ്ങി കരയുന്നവരെയൊക്കെ TV-യിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പ്രസംഗിക്കുന്ന പലരുടെയും അഡ്രസ്സ് പോയെന്നേ. പക്ഷെ ഇന്നും സ്വർഗം അംഗീകരിക്കുന്ന അഡ്രസ്സ് ഉള്ളത് പ്രാർത്ഥിക്കുന്നവൻ്റെയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പലവട്ടം ആവർത്തിച്ച് വായിച്ചു നോക്കിയിട്ടുണ്ട്. പ്രസംഗകരുടെ അഡ്രസ്സ് അധികം ബൈബിളിൽ കാണാനൊന്നുമില്ല. ദൈവത്തിന് അത്ര താല്പര്യമൊന്നുമില്ല. വചനം പറയണം, പ്രസംഗിക്കണം, കാര്യങ്ങളൊക്കെ ശരിയാ. അതാത് കാലഘട്ടങ്ങളിൽ ദൈവം ഓരോരുത്തരെ വചനത്തിൻ്റെ പ്രഘോഷണത്തിനായി ദൈവം എഴുന്നേൽപ്പിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ്റെ അഡ്രസ്സ് സ്വർഗം കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ദൈവത്തിന് അഭിമാനമാണ്. ഇന്ന് രാത്രി കേമന്മാരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരൊന്നും ഇല്ലെങ്കിലും, 4 പേർ അറിയപ്പെടുന്ന അഡ്രസ്സൊന്നും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ അഡ്രസ്സ് കുറിച്ചു വെച്ചൊരു സ്വർഗമുണ്ട്.
പ്രിയ കർത്താവ് ഓർപ്പിച്ച പോലെ അമ്മ മറന്നാലും മറക്കാതെ നിങ്ങളെ ഓർത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. കാരണം പുസ്തകത്തിൽ എഴുതിയാൽ ഹല്ലേലൂയ അല്ല, ഹൃദയത്തിന്റെ ഭാഷയിൽ ചേർത്ത് വെച്ച് പറയുന്നു, അവൻ നിങ്ങളെ ഉള്ളം കൈയിലാണ് വരച്ചിരിക്കുന്നത്. ആർക്കും അടർത്തി മാറ്റുവാൻ കഴിയാത്ത വലുപ്പവും മഹത്വമുള്ള ബലമുള്ള ഭുജത്തിനകത്ത് 7 നക്ഷത്രം പിടിച്ചിരിക്കുന്ന അതേ കരത്തിനകത്ത്, ആകാശത്തിന്റെ പരിമാണമെടുക്കുന്ന അതേ കരത്തിനകത്ത്, ആഴിയിലെ വെള്ളത്തെ നാഴി കൊണ്ട് ഉയർത്തിയെടുക്കുന്ന അതേ കരത്തിനകത്ത്, ഈ മണ്ണിൽ പിറന്ന പേരില്ലാത്ത യോഗ്യതയില്ലാത്ത എൻ്റെ പേര് കൊത്തിവെക്കുവാൻ സ്വർഗം താല്പര്യപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഇതിലും വലിയ ഭാഗ്യം എന്താ? ഇതിലും വലിയ അഭിമാനം എന്താ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിമാനത്തോടെ കർത്താവിനെ സ്തുതിക്കണം. പല കൈകളും നിനക്ക് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിച്ചു. അനുകൂലമായി വരേണ്ട കൈകളൊക്കെയും പിൻവലിക്കപ്പെട്ടു. കൈത്താങ്ങിൽ തരേണ്ടവരൊക്കെ, ഒരുമിച്ച് നിൽക്കേണ്ടവരൊക്കെ മാറി മാറിപ്പോകുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ആശ്വാസം കൊള്ളുന്നത്, എൻ്റെ മേൽ വെച്ചിരിക്കുന്ന വലങ്കരം എന്ന് പറയുന്നത് ആ കരത്തിനകത്ത് ഉള്ളം കയ്യിൽ എൻ്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കണ്ട, നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നട്ടുച്ചയ്ക്ക് 1000 സൂര്യന്മാരെ വെല്ലുന്ന തേജസ് അടിച്ച് നിലത്ത് മയങ്ങിക്കിടക്കുന്ന പൗലോസ്, നീ ആരാ കർത്താവേ എന്ന ചോദ്യം ആ സമയത്ത് കണ്ണു കാണാത്തവനായി 3 ദിവസമായി നേർവീതിയിൽ യൂദയുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉപവാസ പ്രാർത്ഥന നടത്തുക. തൊട്ടപ്പുറത്ത് അനന്യാസിന് ദൈവം വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു അഡ്രസ് ഉണ്ട്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 9:11, നീ എഴുന്നേറ്റ് നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ ചെല്ലുക, അവിടെ തർസോസുകാരനായ ശൗൽ പാർക്കുന്നുണ്ട്, അവൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് ദൈവത്തിന് അറിയാം. പൗലോസ് ദൈവസഭയ്ക്ക് പുതിയ ആളാണ്. പൗലോസിനെ അറിയുന്ന ശിഷ്യന്മാർ ആരുമില്ല. ആകെ അറിയുന്നത് കുല വിശ്വസിക്കുന്നവൻ, ആകെ അറിയുന്നത് ഭീഷണിപ്പെടുത്തുന്നവൻ, സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുവാൻ മഹാപുരോഹിതന്റെ അധികാരപത്രം കൊണ്ടുവരുന്നത്. പക്ഷേ സ്വർഗം അവനെ പരിചയപ്പെടുത്തുന്നത് ഗമാലിയേലിന്റെ ബൈബിൾ കോളേജിലെ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലല്ല, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായർ എന്നല്ല, കൊണ്ടു നടക്കുന്ന റോമ പൗരത്വത്തിന്റെ പേരിലല്ല, ഇസ്രായേൽ ജാതിക്കാരനെന്നല്ല. സ്വർഗം അവനെ പരിചയപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്ന പൗലോസ്. ഇടത്തും വലത്തും പേരിനോട് ചേർന്ന് ഡിഗ്രിയുടെ കൂമ്പാരെ എനിക്കും നിങ്ങൾക്കും കണ്ടേക്കാം. പക്ഷേ അതല്ല സ്വർഗം പരിചയപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ കമണ് വീണ് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്ന, കണ്ണുനീർ പൊടിക്കുന്നവന്റെ പേര് പറയുവാൻ സ്വർഗത്തിന് അഭിമാനമാ. അഡ്രസ് തെറ്റിപ്പോകാതെ കടന്നു പോകുന്ന അനന്യാസേ, നീ പോയി കൈവച്ചു പ്രാർത്ഥിക്കണം. അഡ്രസ്സ് ഞാൻ പറഞ്ഞു തരാം. ഈ പട്ടണത്തിൽ പല പ്രമുഖന്മാരും ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നവൻ്റെ അഡ്രസ്സ് തെറ്റാതെ കുറിച്ചു കൊടുത്ത ദൈവം നേർ വീതിയിലേക്ക് പോയാട്ട് യൂദയുടെ വീട് എവിടെയുണ്ട്? ആ വീടിനകത്തൊരു കൊച്ചു മുറിയുണ്ട്. ആ മുറിക്കകത്തൊരു മനുഷ്യനുണ്ട്. അവൻ തർസോസുകാരനാ, അവൻ്റെ പേര് ശൗലെന്ന. അവൻ പ്രാർത്ഥിക്കുന്നു. വള്ളി പുള്ളി തെറ്റാതെ പ്രാർത്ഥിക്കുന്നവൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ നിമിത്തം ഒരു കൂട്ടം പ്രാർത്ഥനക്കാരെ വാർത്തെടുക്കണം. ദൈവസഭയ്ക്ക് വേണ്ടി മുഴങ്കാലി നിൽക്കുന്ന, ദേശത്തിന് വേണ്ടി ഓലോല കണ്ണുനീർ പൊഴിക്കുന്ന, പട്ടണഭൂതങ്ങൾ വിറയ്ക്കുന്നത് പ്രസംഗകന്റെ വാക്ചാതുര്യത്തിലല്ല, മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്ന, അഭിഷിക്തന്റെ ആദരത്തിൽ വെളിപ്പെടുന്ന ആലോചനയ്ക്കും അതിൽ കൂടെ പുറപ്പെടുന്ന ശക്തിക്ക് മുമ്പാകെ ഈ പട്ടണഭൂതങ്ങൾ വിറയ്ക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലും പ്രാർത്ഥിക്കുന്നവൻ്റെ അഡ്രസ്സ് ദൈവം വെളിപ്പെടുത്തി നാം കാണുന്നുണ്ട്. പത്രോസ് എന്ന ദൈവദാസൻ യോപ്പയിൽ തബീതയെ ഉയർപ്പിച്ച ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പാർക്കുകയാണ്. തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിലാണ് പാർപ്പ്. രാവിലെ ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ പത്രോസിന് വിശന്നു. ദൈവദാസന്മാരാണെങ്കിലും വിശപ്പൊക്കെ ഉണ്ടല്ലോ, എത്ര നാളെ പിടിച്ചിരിക്കുന്നത്. കുറച്ചു നേരമൊക്കെ വിശപ്പായപ്പോൾ ആ പാർക്കുന്ന വീട്ടുകാർ പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ ഭക്ഷണം ഇച്ചിരി ഉണ്ടാക്കാം, ഒന്ന് റെസ്റ്റ് എടുക്കുക. പുള്ളി വെൺമാടത്തിലേക്ക് മാളിക മുറിയിലേക്ക് അല്ലല്ലേ പ്രാർത്ഥിക്കാൻ കയറിപ്പോയി പത്രോസ്. നോക്ക്, വിശന്ന് പൊരിയുന്ന വയറുമായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന പത്രോസ് താഴെ ഭക്ഷണം ഉണ്ടാക്കുക. ഇതേ സമയത്ത് കൊർന്നല്യോസ് എന്ന കൈസരിയയിലെ ഇത്താലിയയിലെ
പട്ടാളത്തിലെ ശതാധിപതിനായ കൊർന്നലിയോസിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രത്യക്ഷനായ ദൈവം പറഞ്ഞു, കുഞ്ഞി ഒരു പേപ്പർ എടുത്തു എഴുതിക്കോളാൻ പറഞ്ഞൊരു അഡ്രസ്സ് തരാം. ആരുടെ അഡ്രസ്സാ? അല്ല എഴുതിക്കോ, തെറ്റിപ്പോകല്ല. കാരണം ഈ പേര് തമ്മിൽ സാമ്യം ഉള്ളത് കൊണ്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരുത്തൻ തോൽ കൊല്ലനാണ്, അവൻ്റെ പേര് ഷീമോനാ, മറ്റവൻ്റെ പേര് ഷീമോൻ എന്നാ, ഷീമോൻ പത്രോസ് എന്നാ. അതുകൊണ്ട് കറക്റ്റായിട്ട് എഴുതിക്കോണം, ഷീമോൻ പത്രോസ്, കെയർ ഓഫ് ഷീമോൻ അല്ലിയ സൈമൺ ദ ടാനർ, തോൽക്കൊല്ലനായ ഷീമോന്. കാരണം വീട് യോപ്പയില, തെറ്റിപ്പോകല്ലേ, അത് സീഷോറ, കടൽക്കരയില. പ്രാർത്ഥിക്കുന്നവൻ്റെ അഡ്രസ്സ് കുത്തിക്കുറിച്ച് കൊടുക്കുന്ന ദൈവം. വിശന്ന് പൊരിയുന്ന വയറുമായി വെൺമാടത്തിൽ ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് ദർശനം കാണുമ്പോൾ, അവൻ്റെ അഡ്രസ്സ് അല്ലാതെ പിന്നെ ആരുടെ അഡ്രസ്സാ ദൈവം പറഞ്ഞു കൊടുക്കുന്നത്? ഇന്ന് രാത്രികാലം സ്വർഗത്തിന് ആരെയെങ്കിലും പരിചയപ്പെടുത്തുവാനുണ്ടെങ്കിൽ, സഭയിൽ ആരെയെങ്കിലും പരിചയപ്പെടുത്തുവാനുണ്ടെങ്കിൽ, പട്ടണത്തിൽ ആരെയെങ്കിലും പരിചയപ്പെടുത്തുവാനുണ്ടെങ്കിൽ, അത് ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കുന്നവനെ അല്ലാതെ വേറെ ആരെ അല്ല. ഹല്ലേലൂയ. നമുക്ക് മുന്നോട്ട് പോകാം. എന്തായിരുന്നു പത്രോസിന്റെ പ്രാർത്ഥനാ വിഷയം, പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം? അതാണ് നാം 15-ാം വാക്യം തൊട്ട് വായിച്ചത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ എപ്പോഴും കഴിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ വിഷയം കേൾക്കണമോ? ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം ഇതായിരുന്നു. ഇന്ന് രാത്രി എല്ലാ ദൈവമക്കളും കൊതിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ലതാ, അനുഗ്രഹമൊക്കെ കിട്ടുന്നതല്ല, ആർക്കും എതിരൊന്നുമില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാൽ ഞങ്ങൾക്ക് സന്തോഷം. ലോകത്തിലെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസി സമൂഹമേ, നിങ്ങൾ കേട്ടുകൊള്ളുക. നിങ്ങൾക്ക് നന്മയുണ്ടാകുന്നതിൽ അസൂയയില്ലാത്ത ഒരേ ഒരു കൂട്ടം ആൾക്കാർ ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് പാസ്റ്റർമാരാണ്. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ട്. വിശ്വാസികൾക്ക് നന്മയുണ്ടാകുന്നതിൽ അസൂയയില്ലാത്ത ഒരേ ഒരു വിഭാഗം ആരാ? ഞങ്ങൾക്ക് തമ്മിലുണ്ട്, അത് വേറെ കാര്യം. കാരണം നിങ്ങൾക്ക് നന്മയുണ്ടായാൽ ഞങ്ങൾ അത്രയും കുറച്ച് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയാൽ അത്രയും കുറച്ച് മുഴങ്കാൽ ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. പക്ഷേ ഒരു യഥാർത്ഥ ഭക്തൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വീടും കാറിൻ്റെയും വർധനവനല്ല, നിങ്ങളുടെ ആയുസിൻ്റെ വർധനവനല്ല. ഒരു യഥാർത്ഥ ഭക്തൻ്റെ പ്രാർത്ഥന നോക്കൂ. എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എഫെസോസിലെ സഭയുടെ തുടക്കം നിങ്ങൾക്കറിയാം, അല്ലല്ല? കേവലം 12 പേരെ കൊണ്ടാ ഒരു സഭ തുടങ്ങിയത്. ദൈവമക്കളെ, ഒരു സഭ തുടങ്ങാൻ വേണ്ടി 1000 പേരൊന്നും വേണ്ട. ആത്മനിറവുള്ള 12 പേരുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ദർശനമുള്ള ഒരാൾ മതി, ദൈവം അതിനെ വർദ്ധിപ്പിക്കും. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസ് ഉൾപ്രദേശങ്ങളോടെ ചുറ്റി അവസാനം എഫെസോസിൽ വന്നു. അവിടെ വന്നപ്പോൾ 12 ശിഷ്യന്മാരെ കണ്ട്. കൊള്ളാം, എല്ലാവർക്കും പ്രൈസ്തലമൊക്കെ കൊടുത്ത് കൈ കൊടുത്ത് സഹോദരന്മാരെ കൊള്ളാമല്ലോ. കണ്ടപ്പോഴേ ഒരു ചോദ്യം, ഇതാ ചോദ്യം, എന്തുകൊണ്ട് വിശേഷം, ഏത് സഭയിലാണ് കൂടുന്നൊന്നുമല്ല ചോദിച്ചത്. നമ്മളൊക്കെ കണ്ട അതാ ചോദിക്കുന്നത്. നമുക്ക് ഉടനെ അറിയേണ്ടത് മക്കളൊക്കെ എന്തോ ചെയ്യുന്നു, ഭാര്യ എവിടെ, ഭർത്താവ് എവിടെ, ജോലി എവിടെ, ഇപ്പം എന്തൊക്കെയുണ്ട്, സ്ഥലം, ഇതൊന്നുമല്ല ദൈവമക്കളുടെ നമ്മുടെ സംഭാഷണ വിഷയം. ഒരു ആത്മീയൻ്റെ സംഭാഷണ വിഷയം, പ്രിയ പൈതൽ അത് ഓർപ്പിച്ചായിരുന്നല്ലോ. പൊട്ടച്ചൊല്ലും കളിവാക്കും ചേർച്ചയില്ലാത്തതും പറഞ്ഞു പിടിപ്പിക്കുന്നതല്ല. ആത്മീയൻ്റെ സംഭാഷണം ആത്മവിഷയമായി സമ്പന്നരാകണം. ഹല്ലേലൂയ. പൗലോസിന്റെ ആകം കത്തിയിട്ട് പൗലോസ് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇനി നാളെ തൊട്ട്, ഇനി ഏതായാലും ഇന്നിപ്പം ഇത്രയും സമയമായി, നാളെ തൊട്ട് ഈ പന്തലിലോട്ട് കയറി വരുമ്പോൾ കാണുന്നവരോടൊക്കെ ചോദിക്കണം, കുഞ്ഞെ അഭിഷേകം പ്രാപിച്ചാണോ? അത് പാസ്റ്റർമാരോടായാലും ചോദിക്കാൻ മടിയൊന്നും കാണിക്കണ്ട. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ആത്മനിറവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടർ. 12 പേര് ശിഷ്യന്മാരാ, കരുത്തുള്ളവരാ, അവരുടെ മുഖം കൊള്ളാം, കാണാൻ കുഴപ്പമൊന്നുമില്ല, മിടുക്കന്മാരാ. പക്ഷെ പൗലോസ് ചോദിച്ചു, എഫെസോസ് പട്ടണത്തിൽ വാഴുന്ന അർത്തമീസ് ദേവിയുടെ ആരവാരങ്ങൾ, മന്ത്രവാദ പുസ്തകങ്ങൾ, നിന്റെ കുഞ്ഞിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്ന, നിന്റെ കുടുംബത്തിൻ്റെ നന്മ കവർന്നിരിക്കുന്ന അശുദ്ധ ശക്തികൾ, പട്ടണഭൂതങ്ങൾ ഇവിടെ വാഴുമ്പോൾ ഒരു കേവലം വിശ്വാസിയായിട്ട് നീ ഇവിടെ ജീവിച്ച പോരാ, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? 2019 എത്ര പേർക്ക് അതിന് കൊതിയുണ്ട്? ഒരു സാധാരണ വിശ്വാസിയായിട്ട് എനിക്കിവിടെ വിട്ടുപോകണ്ട, എനിക്ക് വേണം ആത്മനിറവിൻ്റെ ജീവിതം, എനിക്ക് വേണം ആത്മനിറവിൻ്റെ ശുശ്രൂഷ, എനിക്ക് വേണം ആത്മനിറവിലുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നു. പൗലോസ് ചോദിച്ചു, ആത്മാവിനെ പ്രാപിച്ചോ? അവർ പറഞ്ഞു, ഞങ്ങളിത് കേട്ടിട്ട് പോലും ഇല്ല. പിന്നെ സ്നാനം എന്തായിരുന്നു? അതാ മറ്റേ അച്ചായൻ്റെ ഈ എല്ലാം ഒന്ന് അമര് കേൾക്കുമ്പോൾ ഒരു ഇളക്കപ്പെരുക്കം ഉണ്ടായിരുന്നു. മാനസാന്തര സ്നാനമായിരുന്നു. വേണ്ടെന്നൊക്കെ വെച്ചു, കൈക്കൂലി വേണ്ടെന്ന് വെച്ചു, വസ്ത്രം കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചു. വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഞങ്ങളുടെ സ്വഭാവം മാറി. പ്രൈസ് ദി ലോർഡ്.
നമ്മൾ ഈ സ്നാനപ്പെട്ടവർ അഭിഷേകമൊക്കെ പ്രാപിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വിഷയം വരണം. ഹല്ലേലൂയ. അപ്പം ഇവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അങ്ങനെ പോയാൽ പോരാലോ. പൗലോസ് പ്രാർത്ഥിച്ചു, സ്നാനപ്പെടുത്തി, അവർ വീണ്ടും അഭിഷേകമൊക്കെ പ്രാപിച്ചു. നമുക്ക് സംഭവം അറിയാം. ഇങ്ങനെ കരുത്തുള്ള സഭയാ, ഇവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറഞ്ഞു വന്നത്, പെന്തിക്കോസ്തുകാരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ വിഷയം ഈ പറഞ്ഞു വന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നിറഞ്ഞ ഒരു കൂട്ടം ശിഷ്യന്മാരാൽ ഉടലെടുക്കപ്പെട്ട് ഹല്ലേലൂയ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. എഫേസ്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, 6 അധ്യായങ്ങളാണ് എഫേസ്യ ലേഖനത്തിന്. 1-ാം അധ്യായത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ ആരാണെന്നറിയണം. ഹല്ലേലൂയ. നിങ്ങളെ ഞാൻ പൊക്കിയെടുത്ത് ദത്തെടുത്ത് പുത്രത്വം നൽകി സ്വർഗസ്ഥലത്തിരുത്തിയിരിക്കുക. അത് മറന്നു പോകല്ലേ, ഇരിപ്പ് മറന്നു പോകല്ലേ, എവിടെ ഇരുത്തിയിരിക്കുന്നത് മറന്നു പോകല്ലേ. 2-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ആരായിരുന്നുവെന്ന, നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിക്ക് നടന്നവരായിരുന്നു, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, വാഗ്ദത്ത നിയമങ്ങൾക്ക് നിങ്ങൾ അന്യരായിരുന്നു. അവിടെ നിന്നാണ് ദൈവം നിങ്ങളെ വിടുവിച്ചത്. വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്. ഇന്ന് നമുക്ക് അഭിമാനമുണ്ട്. പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞാൽ അഭിമാനമാ, ദൈവദാസന്മാർക്ക് വിലയും നിലയുള്ള കാലമാ. പക്ഷെ പണ്ടതല്ലായിരുന്നു. പക്ഷെ അവിടെ നിന്നാ ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് എന്ന കാര്യം മറന്നുപോകല്ലേ. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഓർപ്പിക്കും, നിങ്ങൾക്ക് ആരാകാമെന്ന, നിങ്ങൾക്ക് ആരാകാം. 3-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി തീർന്ന പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നറിയാമോ? നിങ്ങൾ ആരാകണമെന്ന് തിരിച്ചറിയണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിട്ട് നിങ്ങളുടെ അകത്ത മനുഷ്യൻ ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടണം. അങ്ങനെ ബലപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ അറിയും ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ നീളം, ദൈവസ്നേഹത്തിൻ്റെ ഉയരം, ദൈവസ്നേഹത്തിൻ്റെ വീതി നിങ്ങൾ അറിയും. അങ്ങനെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരും. നിങ്ങൾക്ക് ആരാകാം? ഒരു നിറഞ്ഞ വിശ്വാസിയാകാം. നിങ്ങൾക്ക് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു വിശ്വാസിയായി മാറാം. 4-ാം അധ്യായത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നു, നിങ്ങൾ ആരായിരിക്കരുത്. ആരാകാമെന്ന് ഇഷ്ടമാ, പക്ഷെ അവിടെ ഓർപ്പിക്കുന്നു, നിങ്ങൾ ആരായിരിക്കരുത്. നിങ്ങൾ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ആടി ഉലയുന്ന ശിശുക്കളായി മാറരുത്. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ മായമില്ലാത്ത ഉപദേശത്തിനകത്ത് വേണം ദൈവമക്കൾ ഉറച്ചു ജീവിക്കുവാൻ. അതാണോ ശരി, ഇതാണോ ശരി എന്ന ആടുന്ന വേലിയും ചായുന്ന മതിലും പോലെ ആയിപ്പോകുന്ന കാലഘട്ടത്തിൽ ദൈവസഭ തീരുമാനിച്ചാട്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, പത്യവചനത്തെ യഥാർത്ഥമായി ഏറ്റെടുത്തുകൊണ്ട്, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി അവസാന ശ്വാസം വരെയും നിൽക്കാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. 5-ാം അധ്യായത്തിൽ നിങ്ങൾ ആരെ അനുകരിക്കണമെന്നാണ് പറയുന്നത്. അവിടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണം. അവിടാണ് പ്രിയ കർത്തദാസൻ ഓർപ്പിച്ച പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയില്ലാത്ത, വിശുദ്ധന്മാർക്ക് യോഗ്യമല്ലാത്തതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണല്ലേ. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ സഭയാണ്. സഭയുടെ പേരെന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ ഉദ്ഘാടനത്തിൽ ആരംഭത്തിൽ ദിവാസം ഓർപ്പിച്ചു, ഇതൊരു ന്യൂ ഇന്ത്യ ആണെന്ന്. പുതിയൊരു കാഴ്ചപ്പാടോടെ, പുതിയ ദർശനത്തോടെ ഓരോ ദിവസവും കത്തി ജ്വലിച്ചുകൊണ്ട് പോകുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രി ഓർക്കുക, ഒരു വിശുദ്ധ ഗണമാണ് നമ്മൾ. അത് മറന്നു പോകല. അത് മറന്നൊരു കളി നമുക്ക് വേണ്ട. ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിക്കും വേർപാടിനുമുള്ള സ്ഥാനം നില കളഞ്ഞിട്ട് ഒരു പരിപാടിക്ക് നമ്മളില്ലെന്ന് ഈ കാലഘട്ടത്തിൽ തീരുമാനിക്കണം. ആളുകൂട്ടി കയ്യടി നേടുവാനല്ല, ആത്മീയ ജീവിതം നയിച്ച് നല്ലവനും വിശ്വസ്തനുമെന്ന കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റ് സ്വർഗത്തിൽ കിട്ടുവാൻ കൊതിക്കുന്ന പെന്തക്കോസ്തുകാർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൽ നിങ്ങളുടെ ആയുധം എന്താണെന്ന് പറഞ്ഞ പൗലോസ് ലേഖനത്തിന് അവസാനം കുറിക്കുന്നത്, നിങ്ങളുടെ ആയുധങ്ങൾ, പോരിൻ്റെ ആയുധങ്ങൾ ഈ ലോകത്തിലെ ജഡീക രക്തങ്ങളോടും മാംസരക്തങ്ങളോടുമുള്ള പോരാട്ടമല്ല, സർവായുധവർഗം ധരിപ്പിക്കണം എന്ന് പറഞ്ഞ് പൗലോസ് അവസാനിപ്പിക്കുന്നതാണ് എഫേസ്യ ലേഖനം. ഇവിടെ പറയുന്നു, എൻ്റെ പ്രാർത്ഥനാ വിഷയം കേൾക്കണമോ? ഇങ്ങനെ പറയുന്നത്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ
നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടത്. നിൽക്കട്ടെ. ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, എഫെസ്യരെ നിങ്ങൾ ജ്ഞാനികളാകണം. 2, നിങ്ങൾക്ക് വെളിപ്പാട് കിട്ടണം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവസഭയ്ക്ക് ഈ ദിവസങ്ങളിൽ വേണ്ടത് ഉയരത്തിലെ ജ്ഞാനമാണ്. പഠിപ്പും മലലിയ കഴിവും മിടുക്കരുടെയും കാലഘട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഉപദേശത്തിൽ തെറ്റിയത്. സ്വർഗീയ ജ്ഞാനം ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാപിക്കണം. ഉയരത്തിലെ ജ്ഞാനം ഉണ്ടെങ്കിലേ ആലയത്തിൻ്റെ പണി നടക്കുകയുള്ളൂ. വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടൊന്നും അല്ലല്ലോ ഈ സംഘടനയെ, ഈ സഭയെ ദൈവം ഇത്ര വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇന്ന് അഭിമാനിക്കുന്ന വിദ്യാഭ്യാസ കഴിവുള്ളവര്, അക്കാഡമിഷ്യൻസ് ഒക്കെ നമുക്കുണ്ടല്ലോ. പക്ഷെ ഇതിൻ്റെ തുടക്കം അതല്ലായിരുന്നവല്ലോ. ദൈവകൃപ എന്ന അക്ഷരത്തിനകത്ത് കല്ലടുക്കി വെച്ച് ആത്മാവിൽ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകൾ ദേശത്ത് നെടുകയും കുറുകയും ഹല്ലേലൂയ ഉയരത്തിലേക്ക് ഒഴുകിയപ്പോൾ സ്വർഗം ആത്മാക്കളെ കൂട്ടിയതല്ലേ. ആയുധത്തിന്റെ മൂർച്ച പോയിട്ടില്ല. ദൈവിക ഹല്ലേലൂയ പദ്ധതികളുടെ, ദൈവിക പ്രവൃത്തിയുടെ ഇന്നും മൂർച്ച കുറഞ്ഞിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് ഇന്നും ശക്തി ഇവിടെ ഉണ്ട്. ജ്ഞാനത്തിന്റെ ആത്മാവ്, ദൈവസഭയ്ക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവ് വേണം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളിൽ പ്രിയ പൈതൽ ഓർപ്പിച്ച് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പ്രിയ ദൈവദാസനെ ഓർപ്പിച്ചുകൊണ്ട് ഒരു സന്തോഷമുണ്ട് പറയുവാൻ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളിൽ വിദ്യാഭ്യാസം വിവരമുള്ളവൻ ആകെ ഉള്ളത് മോശ മാത്രമേ ഉള്ളൂ. 4 അക്ഷരം സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളത് ആരാ? മോശ. മിസ്രൈമിൽ അവിടെ വായിച്ചിട്ടുണ്ട് സകല വിദ്യയും അഭ്യസിപ്പിച്ചെന്ന്. അന്ന് ലഭിക്കാറുന്ന ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ സകല വിദ്യയും പഠിച്ചവനാ. ബാക്കി എല്ലാവർക്കും എവിടാ സമയം? കാരണമല്ലിയ രാവിലെ എഴുന്നേറ്റാൽ ഇഷ്ടിക ചൂളെ ജോലിക്ക് പോകണം, ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരണം. സ്കൂളിൽ പോകാൻ ആർക്കും സമയം കിട്ടിയിട്ടില്ല. ജീവിതകാലത്ത് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, നല്ല ഭക്ഷണമില്ല. എന്തിനേറെ പറയുന്നു, ചെയ്യുന്ന ജോലിക്ക് ശമ്പളം പോലും ഇല്ലായിരുന്നല്ലോ. പിന്നെ യാത്ര പുറപ്പെട്ടിട്ടോ ചെങ്കടൽ കടന്ന് അന്ന് തുടങ്ങിയതാ. എപ്പോഴാ മേഘം പൊങ്ങുന്നത് അപ്പോഴെന്ത് ചെയ്യണം? പാസ്റ്റർമാർ ട്രാൻസ്ഫർ പോലെ. ഇന്നാണെങ്കിൽ ഒരു 3 വർഷമെങ്കിലും ഉണ്ട്. ഞാനും പാസ്റ്റർ മകനായിരുന്നുകൊണ്ട് പാസ്റ്ററേജ് താമസിച്ചിട്ടുണ്ട്. 3 വർഷം, 2 വർഷം, 6 മാസമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇസ്രയേൽ മക്കളുടെ കാര്യം കട്ടം തന്നെ. 6 ദിവസമാണോ 7 ദിവസമാണോ 3 വർഷമാണോ? ആകെ ഏറ്റവും കൂടുതൽ ഇടത്ത് താമസിച്ചത് 2 വർഷമാണ്. എനിക്ക് തോന്നുന്നില്ല ഒറ്റ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന്. കാരണം മേഘം പൊങ്ങാൻ കൊതിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു എനിക്കൊരു പള്ളി പണിയണം. അത് സാധാരണ പള്ളിയല്ല, മിസ്രൈമിലെ പാരമ്പര്യം വെച്ചോ മമ്മിയുടെ ഷേപ്പിലുള്ള ആ പിരമിഡിൻ്റെ ഷേപ്പിലുള്ള പള്ളിയല്ല. സ്വർഗത്തിലെ വരയ്ക്കൊത്തവണ്ണം, സ്വർഗത്തിലെ പ്ലാനിനൊത്തവണ്ണം, സ്വർഗത്തിലെ പദ്ധതിക്കൊത്തവണ്ണം തിളക്കമുള്ള, പ്രയോജനമുള്ള, അളവുള്ള, എണ്ണമുള്ള ഒരു സമാഗമന കൂടാരം പണിയണം. മോശ തലേ കൈ വെച്ചു. കാരണം എൻ്റെ കൂട്ടത്തിൽ ആരില്ല വിദ്യാഭ്യാസം ഒരുത്തിനും. ഇതാരെയും ഒന്ന് ഏൽപ്പിക്കുന്നത്? തിരിച്ചു പോയാൽ ആൾക്കാർ പറയും ഇറങ്ങി വന്നവന്മാരിപ്പം ആവശ്യം വന്നപ്പം ഞങ്ങളെയും കൊണ്ട് ആ പണി നടത്തിയെന്ന് പറയും. സോ ഇവൻ്റെ ഈ തലേ കൈ വെച്ച് നിപ്പ് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ മോശം നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ആൾക്കാരെ നടുവിൽ കണ്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന് വേണ്ടവരെ ദൈവം എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നേ. ജ്ഞാനമുള്ളവർ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട്. ദൈവം പറഞ്ഞ് പേടിക്കണ്ട, നീ ഭയപ്പെടുന്നത് സ്കൂളിൽ പോയവരാരുമില്ലെന്നല്ലേ. പക്ഷെ സ്കൂളിൽ പോകണ്ട, ഉയരത്തിലെ ജ്ഞാനം ലഭിക്കാൻ വേണ്ടി ഒഹേലിയാവിനെ വിളിക്ക്, മോനെ ഇങ്ങോട്ട് കയറി വാ. ബെസലേലെ നീ ഇങ്ങോട്ട് കയറി വാ. 2 പേരെ നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇവരെ 2 പേരെയും ഞാൻ ആത്മാവ് കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ്. ഫ്രം ദ പിൻ ടു ദ പില്ലർ. ഹല്ലേലൂയ. ആ കുറ്റിയും കൊളുത്തും തൊട്ട് അന്താഴങ്ങളും ഹല്ലേലൂയ പെട്ടിയും അതിന് വേണ്ടതും കവരവിളക്കും ഹല്ലേലൂയ അതിന് വേണ്ട ടോങ്സും ചവണ എന്നു വേണ്ട സമാഗമന കൂടാരത്തിൻ്റെ സകല ഉപകരണങ്ങളും പണിയത്തക്കവണ്ണം. പുറപ്പാട് 25 തൊട്ട് വായിച്ചു നോക്കൂ. നാം പോലും അന്തം വിട്ടുപോകുന്ന കരകൗശല വിദ്യയോടുകൂടി സകലതും നിർമ്മിക്കുവാൻ 2 കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗം ആത്മാവിനെ പകർന്നെങ്കിൽ 2019 എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ തലമുറയുടെ മേൽ സ്വർഗത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആത്മാവ് ദൈവം പകരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചോ. എൻ്റെ ശുശ്രൂഷയില്, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ ഭാവിയുടെ മേൽ, എൻ്റെ ഹല്ലേലൂയ സഭയുടെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ സ്വർഗം ആത്മാവിൻ്റെ ജ്ഞാനം നിറയ്ക്കുന്ന വർഷമാണ്.